കണ്ടീഷൻസ് ആണ് നിങ്ങൾ ഡെന്റിസ്റ്റിനോട് നിർബന്ധമായും മറക്കാതെ ഷെയർ ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും സർജറി, ഹൃദ്രോഗ സംബന്ധമായ എന്തെങ്കിലും സർജറീസ് അണ്ടർഗോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെയും എന്തെങ്കിലും മരുന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡെന്റിസ്റ്റിനെ ഇത് അറിയിക്കണം. കാരണം ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ് ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നതാണ്. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, അത് വെറൈറ്റി ഓഫ് ഡ്രഗ്സ് ഉണ്ട്, അത് കഴിക്കുന്നവരാകുമ്പോൾ നമ്മൾ പ്രൊസീജിയേഴ്സ്, പല്ല് പറിക്കുന്നത് പോലെ പല്ല് ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആകും. അപ്പോൾ ഈ മരുന്നുകൾ നമ്മൾ 4 മുതൽ 5 ദിവസം വരെ നിർത്തി എന്നിട്ട് വേണം ഈ പ്രൊസീജിയേഴ്സ് കഴിക്കാൻ. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട കാർഡിയോളജിസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് കൺസെൻറ്റ് ഫോം എല്ലാം എടുത്ത് നിങ്ങളുടെ ആരോഗ്യത്തെ, ഇപ്പോഴത്തെ സ്ഥിതി, ഹൃദയാരോഗ്യത്തിൻ്റെയും നിങ്ങൾ ഓവറോൾ ഹെൽത്തിൻ്റെയും ഇപ്പോഴത്തെ കണ്ടീഷൻ എല്ലാം നോക്കിയിട്ട് വേണം ആ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലത്തെ മെഡിക്കേഷൻസ് നിങ്ങൾ എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ളവരാണെങ്കിൽ, സ്ട്രോക്ക് സാധ്യത കണ്ടിട്ടുള്ളവരാണെങ്കിലും ഈ മരുന്നുകൾ എടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഈ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡോക്ടറെ അറിയിച്ചുകൊണ്ടിരിക്കണം. പിന്നെ കിഡ്നി ഡിസീസ് ഉള്ളവർ, അതേപോലെ ലിവർ ഡിസീസസ് ഉള്ളവർ, ഇതൊക്കെ നിർബന്ധമായിട്ടും അറിയിക്കണം. കാരണം ലിവർ, കിഡ്നി ഡിസീസസ് ഉള്ളവർക്ക് ചില മെഡിക്കേഷൻസ് നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള മരുന്നുകൾ ഡെന്റിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പറയണം. ഇനി നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾ ഹീലിംഗ് പവർ വളരെ കുറവായിരിക്കും. ഡയബറ്റിസ് ആണെങ്കിൽ നിങ്ങൾ ഡെന്റൽ ട്രീറ്റ്മെൻറ്റിന് പ്രിയറായിട്ട് എന്തായാലും ബ്ലഡ് ഷുഗർ ലെവലും, അതേപോലെ തന്നെ 3 മാസത്തെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലിൻ്റെ കണ്ടീഷൻസ് അറിയാൻ വേണ്ടിയിട്ട് HbA1c എന്നുള്ള ടെസ്റ്റുകളെല്ലാം നടത്തേണ്ടതായിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഭക്ഷണത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ ലെവലെല്ലാം നോക്കിയിട്ടാണ് ഡെന്റൽ പ്രൊസീജിയേഴ്സ്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുന്നതിന്, BP കൂടുന്നതിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ, അവർ നിർബന്ധമായിട്ടും ഡെന്റിസ്റ്റിനെ ഇത് അറിയിക്കേണ്ടതാണ്. കാരണം ബ്ലീഡിങ് കൂടാനുള്ള സാധ്യത BP കൂടുതലുള്ളവർക്ക് ഉണ്ട്. കൂടാതെ BPക്ക് മരുന്ന് കഴിക്കുന്ന ചില മരുന്നുകൾ മോണരോഗ സാധ്യത കൂട്ടുന്നു. മോണരോഗാവസ്ഥയേക്കാളേറെ മോണയിൽ ഒരു പ്രത്യേക തരം വളർച്ച ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇൻഫോം ചെയ്യേണ്ട വേറൊരു ഇതാണ്, നിങ്ങൾക്ക് BP കൂടുതലുള്ളവർ, എപ്പിലെപ്സി ഉള്ളവർ, അസ്തമ ഉള്ളവർ, അതേപോലെ ഹൃദ്രോഗ സാധ്യത ഉള്ളവർ, എല്ലാവരും പാനിക് അറ്റാക്സിന് ഏറ്റവും കൂടുതൽ പ്രോൺ ആയിട്ടുള്ള ആളുകൾ. ഫ്രീ ആയിട്ട് എയർലി അപ്പോയിൻമെന്റ്സിൽ നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ഇൻഫോം ചെയ്യണമെന്ന് നിർബന്ധമായും പറയുന്നത്. വേറൊരു കണ്ടീഷനാണ് പ്രഗ്നൻസി. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് സർട്ടൻ മന്ത്സിൽ മാത്രമേ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ കഴിയുള്ളൂ, എക്സ്റേസ് എടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഇൻഫോം ചെയ്യണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്നുകളുടെ അലർജി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡെന്റൽ മെറ്റീരിയൽസിൻ്റെ അലർജീസ് ഉണ്ടെങ്കിലോ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് അറിയിക്കണം. അതേപോലെ തൈറോയ്ഡ് ഡിസോർഡേഴ്സിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഡെന്റിസ്റ്റിനെ അറിയിക്കണം. സ്റ്റിറോയിഡ്സ് മരുന്ന് ഏതെങ്കിലും കാരണം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനാണ് സ്റ്റിറോയിഡ്സ് മരുന്ന് കഴിക്കാറ്, അത് കഴിക്കുന്നവരും നിർബന്ധമായിട്ടും ഡെന്റിസ്റ്റിനെ ഇത് അറിയിക്കണം. പിന്നെ നിങ്ങൾ മുമ്പ് എന്തെങ്കിലും ഡെന്റൽ പ്രൊസീജിയേഴ്സ് നടത്തിയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഡെന്റിസ്റ്റിനോട് ആ വിവരം നിങ്ങൾ പറയും. മാസത്തിനോ 15 ദിവസത്തിനോ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഡെന്റിസ്റ്റിനെ അറിയിക്കേണ്ടതാണ്. ഇത് എല്ലാം അറിയിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി പ്രിക്കോഷൻസോടെ ചെയ്തു തരാൻ ഡെന്റിസ്റ്റിന്